ഹായ് ഓൾ, എല്ലാവർക്കും താജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സുഗിയൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെ തന്നെയുള്ള സുഗിയൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഇതിനായിട്ട് കുറച്ച് ചെറുപയർ അല്പം ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേണ്ട, ഒരു പൊട്ടിപ്പോകാത്ത പാകത്തിലാണ് വേവിച്ചിട്ടുള്ളത്. ഒരല്പം ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണിത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് ഈ ചെറുപയറും തേങ്ങ ചിരവിയതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ശർക്കര മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ശർക്കര ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ അവിൽ ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 ശർക്കരയെ എടുത്തിട്ടുള്ളൂ. അത് പൊടിയായിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണുള്ളത്. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കരയൊക്കെ കൂട്ടാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടെ ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം സ്പൂൺ അങ്ങ് ഒഴിവാക്കി കൈകൊണ്ട് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. അപ്പം ഇത് ലേശം ലൂസായി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അവിലോ മറ്റോ ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് ടൈറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ ഉരുളയാക്കി എടുക്കാൻ പറ്റുന്ന പോലത്തെ പാകത്തിനാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്. അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സുഗിയൻ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടൊരു മാവ് വേണമല്ലോ, അതങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയോ കോൺഫ്ലവറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ അരിപ്പൊടിയാണ് ചേർത്തത്. കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്പി ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. നല്ലൊരു എന്താ പറയുക, നമുക്ക് സുഗിയൻ മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്. വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ലൂസായി പോയി കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല കേട്ടോ, മുക്കിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മൾ പഴംപൊരിയുടെയൊക്കെ ബാറ്ററില്ല, ആ ഒരു തിക്നെസ് മതി കേട്ടോ. അതിനേക്കാളും ലൂസായി പോവരുത്, ഒരുപാട് അങ്ങ് കട്ടിയായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി നമ്മൾ ഉരുളയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചെറുപയറുണ്ടല്ലോ, ചെറുപയറും തേങ്ങയും ശർക്കരയും എല്ലാം ഇതിനകത്തേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ ചേർത്തിട്ടൊന്നുമില്ല. ഇനി ഇത് മുഴുവൻ നമുക്ക് ഇതുപോലത്തെ ഉരുളയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇതുപോലെ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളയാണ് കേട്ടോ എടുക്കുന്നത്, കണ്ടല്ലേ. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ മാവിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തും മാവാകുന്നത് പോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഞാൻ ഈ സമയത്ത് ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ എണ്ണയിലിട്ട് ഇതങ്ങ് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അകത്തുള്ളതെല്ലാം വെന്തതാണ്, ഫില്ലിംഗ് എല്ലാം വെന്തതാണ്. അപ്പോൾ ഈ പുറത്തെ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരല്പം എണ്ണ കോരി ഒഴിക്കാം കേട്ടോ. ഒരു വശം ആയി കഴിയുമ്പം ഇത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ വശവും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റണം.
വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുമ്പം അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇതും ഇരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതങ്ങ് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഇതുപോലെ മുക്കിയെടുത്ത് തിരിച്ചു മറിച്ചുവിട്ട് ഒന്ന് വേവിച്ച് എടുക്കാം. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് എന്താ പറയുക, മാവ് സെറ്റാകാൻ വേണ്ടി വെക്കേണ്ട ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.